ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ വിനായക ചതുർത്ഥിയുടെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് പ്രീ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ വിനായക ചതുർത്ഥി സാറ്റർഡേ ആണ് വരുന്നത്. അപ്പോൾ ഫ്രൈഡേ തന്നെ നമ്മൾ കുറച്ച് പ്രീ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്കൊക്കെ വെച്ചതിന് ശേഷം രാവിലെ തന്നെ പോയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഈ എരിക്കിൻ്റെ പൂവ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വെള്ള കളറിലുള്ള എരിക്കിൻ്റെ പൂവും വയലറ്റ് കളറിലുള്ള എരിക്കിൻ്റെ പൂവും ഉണ്ട്. അപ്പോൾ ഇത് വിനായക ചതുർത്ഥി ദിവസം പ്രത്യേകിച്ച് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ മാലയൊക്കെ കെട്ടി ഇങ്ങനെ മാർക്കറ്റിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കും. സാധാരണ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇതുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല. പിന്നെ ഈ ഒരു ചെടിക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കറയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പാല് പോലെ ഇരിക്കും ഇതിൻ്റെ കറ. ഇതാണ് നമ്മുടെ എരിക്കിൻ്റെ പൂവ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കറയും ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അത് കണ്ണിലൊന്നും തെറിക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അത് പോയിസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് ഞാൻ ഒരു കവറിലാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ വൈകുന്നേരമാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. നമുക്ക് സാറ്റർഡേ രാവിലെയാണ് പൂജ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഈവനിങ് നമുക്ക് പോയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടുന്നതെന്നൊക്കെ ഞാൻ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ടൈം തൊട്ട് ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് ഇത് പറഞ്ഞു തന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് പറഞ്ഞു തന്നത് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ അന്നൊക്കെ ചെറിയ രീതിയിലാണ് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമുക്കിങ്ങനെ അടുത്ത വീട്ടിലെ ആൻറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വർഷത്തേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ പിന്നെയുള്ള വർഷങ്ങളിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുവാണ്. അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് മനസ്സിലാഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സാധാരണ ഒരു 6 മണിക്ക് ശേഷമാണ് ഇവിടെ മാർക്കറ്റ് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഈ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഒരു 3-4 ദിവസം മുന്നേ തന്നെ മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ടുള്ള പൂജാ സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്ക് പച്ചക്കറികൾ മേടിക്കാനായിട്ട് എല്ലാം ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ മതിയായിരുന്നു. അത്യാവശ്യമുള്ള 1-2 ഐറ്റംസ് മാത്രം എടുത്തിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിനുള്ളിലേക്ക് കയറി. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 5-5:30 ആയപ്പോഴത്തേക്കാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ ഒരു ടൈമിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചത്. എന്നിട്ട് പോലും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 7:30 ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്കൊന്ന് കുറച്ച് നേരത്തെ പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കയറിയപ്പോഴത്തേന് എനിക്ക് വീഡിയോയും കൂടി എടുക്കാനും എല്ലാം കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നില്ലേ, ഇത് വിനായക ചതുർത്ഥിക്ക് ഗണപതിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു കവറിലേക്ക് ഇട്ട് വെച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ഫ്രൂട്ട്സ് മേടിക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ സെറ്റായിട്ട് കൊടുക്കുമെന്ന്. ഞങ്ങൾ ഓരോ ഐറ്റംസിൽ നിന്ന് ഓരോ കിലോ വെച്ചൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു അബദ്ധം പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ സെറ്റായിട്ട് കിട്ടുന്നത് മേടിച്ചേട്ടോ. ഒരു കവറിന് 100 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ നോക്കിയേ, ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എനിക്കും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമയ്ക്കും അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ പോകാനും സാധനങ്ങൾ മേടിക്കാനും. ഇതൊക്കെ നമുക്കിപ്പോൾ ശരിക്കും എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടെങ്കിലും നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ഒരുപാട് സ്പേസും ഉണ്ട്. സാധനങ്ങളൊക്കെ നല്ല ഒതുക്കി അടുക്കി പെറുക്കി വൃത്തിയാക്കിയൊക്കെയാണ് വെച്ചേക്കുന്നത്. അത് കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു വന്നിട്ട് ഈ ഒരു കടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തോരണം മേടിക്കണം. ഈ കുരുത്തോല തോരണം ഇല്ലേ, ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം.
പിന്നെ മാവിലയാണിത്. മാവിൻ്റെ ഇല നമ്മുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിടാനുള്ളതാണ് കേട്ടോ. പിന്നെ വാഴയില മേടിക്കണമായിരുന്നു. ഞാൻ ലിസ്റ്റ് എല്ലാം എഴുതിക്കൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു എന്തൊക്കെ വേണമെന്നുള്ളത്. പിന്നെ താമരപ്പൂവ്, അതുപോലെ എരിക്കിൻ്റെ പൂവ്. ഞാൻ പറഞ്ഞല്ലോ എരിക്കിൻ്റെ പൂവ് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് അത് മേടിക്കേണ്ടി വന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു എരിക്കിൻ്റെ മാലയ്ക്ക് എത്ര രൂപയാണെന്ന് അറിയാമോ റേറ്റ്? 30 രൂപയോ 50 രൂപയോ മറ്റോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വീട്ടിലുള്ളത് കൊണ്ട് അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇത് കുടയാണ് കേട്ടോ, ഗണപതി ഭഗവാന് ചൂടിക്കൊടുക്കാനുള്ള കുടയാണ്. പലതരത്തിലുള്ള ഡിസൈനിലുള്ള കുടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് മേടിക്കാമെന്ന്. ഒരു കൊച്ചു കുട്ടിയാണ്, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ വെറ്റില മേടിക്കണമായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ പൂക്കളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ 20 രൂപയ്ക്കാണ് ജമന്തിപ്പൂവ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട്, വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ആ അമ്മച്ചി നമുക്ക് തരുന്നത് കണ്ടോ. സാധാരണ ആ കവർ നിറച്ച് തരുമ്പോൾ 20 രൂപയാണ് മേടിക്കുന്നത്. ഇതിപ്പോൾ 30 രൂപയ്ക്കാണ് തന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് തലേ ദിവസം വന്നിരുന്നെങ്കിൽ റേറ്റ് കുറച്ച് തരാമായിരുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കടകളിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും വാങ്ങിയത്. കാരണം ഇവരൊക്കെ നിത്യേനയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ കച്ചവടത്തിന് വരുന്നത്. ഞങ്ങളങ്ങനെ വലിയ ബൾക്കായിട്ടുള്ള അങ്ങനെ കൊടുക്കുന്ന കടകളിലൊന്നും പോയി മേടിക്കാറില്ല കേട്ടോ. എന്ത് സാധനമാണെങ്കിലും ഇതുപോലെ വഴിയോര കച്ചവടക്കാരിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത്. അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പാവം തോന്നും. അങ്ങനെ ഹസ്ബൻഡും ഞാനും ആമിയും കൂടി പൂക്കളൊക്കെ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പൂവ് എടുത്തു വെച്ചപ്പോഴത്തേക്ക് ആമി അതിൽ കയറി പിടിക്കുന്നതാണ്, അവൾക്ക് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൾക്ക് മുല്ലപ്പൂ ഞാൻ കൊടുത്തായിരുന്നു. ഒരു മുഴം മുല്ലപ്പൂവിന് 50 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധാരണ നമുക്ക് 20 രൂപയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓണത്തിന് നമുക്ക് പൂക്കൾ മേടിക്കാനായിട്ട് നല്ല ലാഭമാണ്. സാധാരണ നാട്ടിലാണെങ്കിൽ ഈ റേറ്റിനൊന്നും കിട്ടത്തില്ല, എനിക്കറിയാം. നമ്മളിതിന് മുന്നേയും മാർക്കറ്റിൽ പോയി പൂക്കൾ മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റേറ്റിനൊന്നും നാട്ടിൽ കിട്ടത്തില്ല എന്ന്. അത് ശരിയാണ്. പക്ഷേ എന്നാലും ഇവിടെ കിട്ടുന്ന റേറ്റ് അനുസരിച്ച് കുറച്ച് വിലയ്ക്ക് വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇനിയിപ്പോൾ കണക്കൊന്നും പറയുന്നില്ല. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കച്ചവടമായിരുന്നു. വഴിയോര കച്ചവടങ്ങൾ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ, ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര വിശേഷമാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഇത്രത്തോളം അങ്ങനെ ആഘോഷിക്കത്തില്ല എന്ന് തോന്നുന്നു. ഞാനും ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. വിനായക ചതുർത്ഥിക്ക് സാധാരണ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴും എന്നുള്ളതല്ലാതെ വീട്ടിലാണെങ്കിലും ഇത്രയും ഗ്രാൻഡായിട്ടൊന്നും ഒരു കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര വിശേഷം നടക്കുന്നുണ്ട്. പൂജയും സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിലൊന്നും കയറിയിട്ടില്ല, നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മോളും കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പൂജാ സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നത്. കാരണം ഭഗവാന്റെ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ കുളിച്ച് ശുദ്ധിയോട് കൂടി തന്നെയാണ് ഇതൊക്കെ പോയി മേടിക്കേണ്ടത്. പിന്നെ തലേ ദിവസം തന്നെ ഞങ്ങൾ വ്രതത്തിലായിരുന്നു. നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മീനും ഇറച്ചിയും മുട്ടയും ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസമെങ്കിലും മിനിമം നമ്മൾ കുറച്ചൊന്ന് വ്രതം എടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നോൺ വെജ് ഒന്നും അങ്ങനെ കുക്ക് ചെയ്യാറില്ല. ഞങ്ങൾ അല്ലെങ്കിലും ഡെയിലി അങ്ങനെ നോൺ വെജ് ഒന്നും മേടിക്കത്തില്ല കേട്ടോ. സൺഡേ മാത്രമാണ് ഞങ്ങൾ മീൻ പോലും മേടിക്കുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് ശരവണ ഭവൻ ഹോട്ടലിൽ നിന്ന് ദോശയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വടകറിയും ദോശയും ഹസ്ബൻഡിന് വെജിറ്റബിൾ പുലാവാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനിയിപ്പോൾ വന്നിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നെയാണ് ബാക്കി പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റൗ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ച് കഴുകി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നാളെ ഈ കിച്ചണിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രസാദം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുന്നേ എങ്കിലും നമ്മൾ നോൺ വെജ് എല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കണം. നമ്മുടെ കിച്ചണിൽ വെച്ചേക്കാനേ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം പ്രസാദം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കിച്ചണും സ്റ്റൗവും ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു നൈറ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്, നൈറ്റ് റുട്ടീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക്
എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സ്റ്റൗ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ വേസ്റ്റിലുണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. വീടിനുള്ളിൽ എച്ചിലോ വേസ്റ്റോ ഒന്നും വെക്കാനായിട്ട് പാടില്ല കേട്ടോ. കിച്ചൺ നല്ല നീറ്റാക്കി വെച്ചേക്കണം. തലേ ദിവസം നമ്മളിതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കേണ്ടത്. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിനായക ചതുർത്ഥി എന്ന് മാത്രമല്ല, ഓണം വന്നാലും വിഷു ആയാലും ഇതുപോലെ പൊങ്കൽ വന്നാലും ദീപാവലിക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് അടിച്ചു വാരി ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ തലേ ദിവസം, അതായത് ഇതിപ്പോൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വ്ളോഗല്ലേ, വ്യാഴാഴ്ചയുടെ അന്ന് ഞാൻ ഇതുപോലെ മോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയിട്ട് മോപ്പിംഗ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ വീടിനുള്ളിൽ അത്യാവശ്യം അഴുക്കൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. നന്നായിട്ട് മോപ്പിംഗ് ചെയ്ത് ഇട്ടേക്കുന്നത് കൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ടേബിൾ നമ്മൾ ഈ ജനലിൻ്റെ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിനായക ചതുർത്ഥിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ പൂജാ ഷെൽഫിൽ എല്ലാം കൂടി ചെയ്യാനുള്ള സ്പേസ് കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഞാൻ ഈ ഒരു ടേബിൾ ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടറില്ലേ, അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇതിനിടയിൽ ഇതുപോലെ കുടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആമിക്ക് ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ മേടിച്ചിട്ടുള്ള കുടയൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ പഴയ കുട ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയ കുട മേടിക്കണമെന്നൊന്നും ഇല്ല. നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയത് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഈ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എല്ലാ വർഷവും പുതിയ കുട തന്നെ മേടിക്കാറുണ്ട്. അങ്ങനെ ആമിക്ക് പഴയ കുട വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇത് ഇപ്പോൾ മേടിച്ച കുടയാണ് കേട്ടോ. പുതിയ കുടയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുള്ളത്. ഗണപതിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ പൂജ ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ കളിമണ്ണിലുള്ള ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഗണപതിയുടെ വിഗ്രഹം പോലത്തെ അതിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും പഴക്കമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ളത് ഫോട്ടോ വെച്ചിട്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ബേസ് ബോർഡ് കവർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു നല്ലൊരു മുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത മുണ്ടാണത്. ഇതിന് വേണ്ടിയിട്ട് പൂജാ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുന്ന മുണ്ടുണ്ട്. അപ്പോൾ അത് തലേ ദിവസം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ടേബിളിൽ വിരിച്ചിട്ട് ഒന്ന് ഞാൻ ഫോട്ടോയൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മുല്ലപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഒന്ന് ലൂസായിട്ട് കെട്ടിയിട്ട് ഗ്രില്ലിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ മുല്ലപ്പൂ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല മണവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കോലം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഡിസൈനിൽ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വരച്ചതാണ് കേട്ടോ. നമ്മുടെ കോലം എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി. ഹസ്ബൻഡും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. ഇതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണ് ഇത്രയും വലിയ കോലമൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സാധനം എടുത്ത സമയത്ത് തന്നെ ഗ്രോസറീസ് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ കോലം മാവും കളർ പൊടിയും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോലമൊക്കെ വരച്ച് ഒരു 11-11:30 ആയപ്പോഴാണ് ഞാൻ കോലം വരച്ച് തീർന്നത്. 10:30 മുതൽ 11 മണി വരെ എന്തോ എടുത്തു, അരമണിക്കൂർ എടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ലേറ്റായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡും മോളും എനിക്ക് ഒപ്പം ഇരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പാവം തോന്നി. അവർ എനിക്ക് ഒപ്പം ഇരുന്നു. ആമിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോലമൊക്കെ വരച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് ഞാൻ അവരോട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം അത്രയും നേരം അവരും കൂടി എനിക്കൊപ്പം ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഉറക്കമൊന്നും വരില്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും. തലേ ദിവസമേ എനിക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ മടുപ്പും തോന്നാറില്ല കേട്ടോ. ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റോട് കൂടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള പ്രസാദം ചെയ്യാനുള്ള വെള്ളക്കടലയും പരിപ്പുട ചെയ്യാനുള്ള പരിപ്പും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ പിന്നീട് വന്നിട്ട് രാവിലെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എരിക്കിൻ്റെ പൂവില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് പിന്നീട് രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് മാല കെട്ടാനായിട്ട്. നമുക്കിത് റെഡിമെയ്ഡ് ആയിട്ടുള്ള മാലയൊക്കെ കടയിൽ നിന്ന് കിട്ടും. നമുക്കിപ്പോൾ എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ.
അതുകൊണ്ട് ഞാൻ എന്തായാലും സ്വന്തമായിട്ട് മാല കോർക്കാമെന്ന് വിചാരിച്ചിട്ട് സൂചിയും നൂലും യൂസ് ചെയ്തിട്ടാണ് മാല കോർത്തത്. നല്ലതായിട്ട് അതിൻ്റെ കറ കഴുകി കളയണം കേട്ടോ. വെള്ളത്തിനകത്തേക്ക് ഈ പൂക്കൾ പറിച്ചിട്ടതിന് ശേഷം തണ്ടൊക്കെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് മാല കോർക്കാവൂ. കാരണം അതിൻ്റെ ആ ഒരു കറ നന്നായിട്ട് വിഷമുള്ളതാണ്. പിന്നെ ചെറിയ പ്രാണികളൊക്കെ ഇതിലിങ്ങനെ ഇരിക്കും. അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ മാല കെട്ടുന്നത്. അപ്പം ഞാൻ 3 മോഡലിലുള്ള മാല കെട്ടിയിട്ടുണ്ട്. കോർത്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ സൂചി നൂലിൽ വെച്ചിട്ട് കോർത്തെടുത്തു. 3 ഷേപ്പിലുള്ള, ഒന്ന് മൊട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പൂക്കൾ വെച്ചിട്ടുള്ള 2 ഡിസൈനിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ, നമുക്ക് രാവിലത്തേക്ക് വാടി പോകത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ പ്രിപ്പറേഷൻസ്. ഉറങ്ങിയതും 1:30-2 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. ഇനിയിപ്പോൾ വിനായക ചതുർത്ഥി വിശേഷങ്ങളായിട്ട് ഫ്രൈഡേ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.